എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഫിഷ് ചെയ്യാൻ വന്നത് ദുബായിലാണ്. ദുബായ് ഷോറിലാണ്. ഏർലി മോർണിംഗ് വന്നതാണ്. ചെറിയ സ്ട്രൈക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും കാണുക, വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമെല്ലാം അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഫിഷിങ് ഇങ്ങനെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പറകിൽ ഭയങ്കര ആക്ടിവിറ്റിയാണ്. ഭയങ്കര ബെയ്റ്റ് ഫിഷ് ജമ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ അധികം സ്ട്രൈക്കൊന്നുമില്ല. അപ്പോൾ വീഡിയോ കണ്ടു നോക്കും. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. ഏർലി മോർണിംഗ് 5:30 കഴിഞ്ഞ് ഇന്ന് ഫിഷ് ചെയ്യാൻ വന്നത് ദുബായിലാണ്. നമ്മളെ നാനോ സെറ്റപ്പ് റോഡ് ക്രോസ് കാസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് കാസ്റ്റ് ചെയ്യാണ്. ഒന്ന് സെറ്റാക്കട്ടില്ല. ഓക്കെ, ഗ്ലൗസ് എല്ലാം കീറി മാറ്റാനായി. അല്ലോ ഫോളൊക്കെ വേണം. ഇരുട്ടല്ലേ, അപ്പോൾ നമുക്ക് വൈറ്റ് കളർ ലൂറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ലൂറിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതുണ്ട് എത്രമാത്രം ഇരുട്ടാണെന്ന്. ഇതിപ്പോൾ അവിടെ ഫ്ലോട്ട് മറ്റേ ഗർഗൂർ ഉണ്ടോയെന്നൊന്നും അറിയില്ല. കുറച്ചുകൂടെ വെളിച്ചം വന്നിട്ട് നമുക്ക് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാം. റെഡ് ഹെഡ്, നീളമുള്ള ലിപ്പ്, വീതി കൂടിയ നീളമുള്ള ലിപ്പ്. ഇത് കയാക്ക് ഫിഷിങ്ങിനെല്ലാം ഉപയോഗിക്കുന്ന ലൂറാണ്. ഈ ലൂറിൽ എനിക്കൊരു തവണ കിങ് അടിച്ച് മിസ്സായിട്ടുണ്ട്. കുറേ നാളെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഈ ലൂറിൻ്റെ പ്രത്യേകത നന്നായിട്ട് സ്വിം ചെയ്യും, ഡീപ്പിൽ സ്വിം ചെയ്യും. നോർമൽ ലൂറിനേക്കാളും ഒരു 3 മീറ്റർ ഡെപ്തിലൊക്കെ സ്വിം ചെയ്യുന്ന ലൂറാണ്. അതുകൊണ്ട് തന്നെ ഫിഷ് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഷോറിൽ കല്ല് കൂടിയ ഭാഗമാണെങ്കിൽ ലൂറ് സ്നാക്കായത് മിസ്സായി പോകും. ഇവിടെ ബെയ്റ്റ് ഫിഷ് വന്നിട്ടുണ്ട്. ആ ഭാഗത്ത് ബെയ്റ്റ് ഫിഷ് ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നോക്കാം. ബേഡ്സ് എല്ലാം റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഇതിനടുത്ത് മീൻ അവിടെ എവിടെയോ ഉണ്ട്. ലൂറിൽ സ്ട്രൈക്കൊന്നുമില്ല. അപ്പോൾ ജിഗിലേക്ക് തന്നെ മാറാം. ഓക്കെ, ട്രവല്ലി അടിച്ചാലോ ജിഗിൽ. ഇത് മസൂസിയുടെ 20 ഗ്രാമാണ്.
സ്ലോ ജിഗാണ്, സ്ലോ വൈഡ്. നമുക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടോ നോക്കാം. ട്രിപ്പിൾ ഹുക്ക് ഇട്ട് ഫിഷ് ചെയ്യുന്നത് ഇവിടെ റിസ്ക്കാണ്. പക്ഷെ നമുക്ക് മീൻ അടിച്ച് കഴിഞ്ഞാൽ പോകാതിരിക്കാൻ ട്രിപ്പിൾ ഹുക്ക് അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് ഹുക്ക് ഇവിടെ വേണം. നോക്കാം. Yeah, fish on. Something is on. Yeah, fish on, fish on. Small fish. I think barracuda. Fighting. പോകരുത് ഫിഷേ. കണ്ടിട്ട് തല കുടയുന്നുണ്ട്. Fish on. Barracuda. Nonde barracuda. Mashallah barracuda. ലൈന് കട്ട് ചെയ്ത് പോകും. ഈ ഒരു സൈസിലുള്ള barracuda ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നോട്ട് ബാഡ് സൈസ്. 2 ഹുക്കും കയറിയിട്ടുണ്ട്. അസിസ്റ്റും ട്രബിളും കണ്ടോ. ഇതിന് ഒതുക്കലാണ് വലിയ ചടങ്ങ് barracuda. അല്ല, ട്രിപ്പിൾ ഹുക്ക് ഇല്ല എങ്കിൽ മീൻ ഇപ്പോൾ പോയിട്ടുണ്ടാവും. വേണ്ട, ഓരോ ട്രിപ്പിൾ ഹുക്കിലാണ് പിടിച്ചേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് സൂസിയുടെ ജിഗിൽ. സൂസി സ്ലോ വൈഡ് ഇതിൽ. ഇതിൻ്റെ ചെകളൊന്ന് കട്ട് ചെയ്യാം. ഞാൻ ചത്തോളും. കാരണം കൊല്ലാനുള്ളൊരു പരിപാടി അല്ലെങ്കിലുള്ളൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വെച്ചിട്ട് ഈ ഹെഡ് ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒരു കുത്തിടുന്നാൽ മതി. അല്ല ചത്തോളും. ഓക്കെ, എന്നിട്ട് ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല.